Dear students, we are going to learn tenses. As in Malayalam, in English, there are three tenses: present tense, present past tense, future tense. Each tenses are again divided into four. And now we are going to learn what is present tense and what is its structure and its examples. Present tense. Simple present tense is divided into four: simple present, present continuous, present perfect, present perfect continuous. What is the structure of simple present? Subject plus verb plus s or es എന്നാണ് പറയുന്നത്. Then object. Subject plus verb plus s or es plus object. സബ്ജക്റ്റ് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഫസ്റ്റ് അതറിയണം. നമ്മൾ ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം അറിയേണ്ടത് ടെൻസിനെ സബ്ജക്റ്റ് എന്താണ്, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനെക്കുറിച്ചാണോ നമ്മളതിൽ പറയുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണോ അതിൽ സംസാരിക്കുന്നത്, അതായിരിക്കും അതിലെ സബ്ജക്റ്റ്. ഒരു സെൻറ്റൻസിൽ പറയുന്നത് എന്തിനെക്കുറിച്ചിട്ടാണോ അല്ലെങ്കിൽ ആരെക്കുറിച്ചിട്ടാണോ എന്നുള്ളതിനുള്ള ആൻസറാണ് അതിൻ്റെ സബ്ജക്റ്റ്. അപ്പോൾ ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സെൻറ്റൻസിൻ്റെ ഫോം എന്തായിരിക്കണം? ഫസ്റ്റ് സബ്ജക്റ്റ് വരണം, അത് കഴിഞ്ഞാൽ വെർബിൻ്റെ V1 ഫോം വരണം, വെർബിൻ്റെ ബേസ് ഫോം വരണം. ആഫ്റ്റർ ദാറ്റ് എസ് ഓർ ES ഡിപ്പെൻഡിങ് അപ്പോൺ ദ സബ്ജക്ട്സ് നമ്പർ. അല്ലേ? സബ്ജക്റ്റ് സിമ്പിൾ പ്രസൻറ്റിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്സോ അല്ലെങ്കിൽ ESO ഉണ്ടായിരിക്കണം. അതേസമയം സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ, ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ വേർബിൻ്റെ കൂടെ എസ്സോ ESO വേണ്ട, എന്നിട്ട് മതി ഒബ്ജക്റ്റ് വരുന്നത്. എന്തിനാണ് സാധാരണ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കാറുള്ളത്? സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് യൂസേജ് നോക്കാം. ടു എക്സ്പ്രസ് ഹാബിച്വൽ ആക്ഷൻസ് ഓർ ജനറൽ ട്രൂത്ത്സ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഹാബിച്വൽ ആക്ഷൻസ് പറയാനാണ് അധികം. നമ്മൾ ഡെയിലി ചെയ്യുന്ന, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന, അതിപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്നതാവാം, എല്ലാ ആഴ്ചയിലും ഓരോ ദിവസം ചെയ്യുന്നതാവാം, മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ചെയ്യുന്ന റിപ്പീറ്റഡ് ആക്ഷൻസ് അല്ലെങ്കിൽ ഹാബിച്വൽ ആക്ഷൻസ് പറയാൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ജനറൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ട്രൂത്ത്സ് പറയാൻ ഉപയോഗിക്കുന്നതാണ്. അതായത് എപ്പോഴും കോമൺ ആയിട്ട് സൂര്യൻ എപ്പോഴും ഉദിക്കുന്നത് എവിടെ തന്നെയാണ്? കിഴക്കാണ്. സൂര്യൻ അസ്തമിക്കുന്നതും എവിടെ തന്നെയാണ്? പടിഞ്ഞാറാണ്. അങ്ങനെയുള്ള ആ ഫാക്ട്സ് ഒരിക്കലും മാറുന്നില്ല. അതേപോലെ ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ, അല്ലേ? സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ജനറൽ ട്രൂത്ത്സ് ഒക്കെ എപ്പോഴും പറയുന്നത് സിമ്പിൾ പ്രസൻറ്റിലാണ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഷീ റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ. അവൾ എഴുതുന്നു ഒരു ലെറ്റർ, എല്ലാ ദിവസവും അവൾ ഒരു ലെറ്റർ എഴുതുന്നു എന്നാണ്. ഇവിടെ ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റാണ്. ഷീ എന്ന് പറഞ്ഞാൽ അവളാണ്, അല്ലേ? ഒരാളാണ്. അല്ലെങ്കിൽ ഹി എന്ന് പറഞ്ഞാൽ അവൻ, ഇറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇത് എന്നുള്ളതിൽ. അതേസമയം നമ്മൾ യു, ഐ, വി, ദേ, വി, അല്ലേ? അതൊക്കെ എന്താണ്? എപ്പോഴും പ്ലൂറൽ സബ്ജക്റ്റാണ്. ഐ ആയാലും യു ആയാലും എപ്പോഴും പ്ലൂറലായിട്ട് നമ്മളതിനെ കൺസിഡർ ചെയ്യുള്ളൂ. പിന്നെ അതുപോലെ ദേ, അവർ അല്ലെങ്കിൽ വി, അതെല്ലാം എപ്പോഴും എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ പ്ലൂറലാണ് സബ്ജക്റ്റ് വരുന്നതെങ്കിൽ അവിടെ വേർബിൻ്റെ കൂടെ എസ് വേണ്ട. ഇവിടെ ഷീ റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ എന്നുള്ളതിൽ ഷീ എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ടാണ് റൈറ്റിൻ്റെ കൂടെ എസ് ആഡ് ചെയ്തത്. അതേസമയം ഇവിടെ ദേ റൈറ്റ്സ് എന്നാണെങ്കിൽ എന്താവും? ദേ ആണെങ്കിൽ എന്താവും? റൈറ്റ് കഴിഞ്ഞാൽ എസിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ഐ ആണെങ്കിലും റൈറ്റ് കഴിഞ്ഞാൽ എസിൻ്റെ ആവശ്യമില്ല. ഇനി യു ആണെങ്കിലും യു റൈറ്റ് ആണ് വേണ്ടത്. ഐ റൈറ്റ്, ദേ റൈറ്റ്, വി റൈറ്റ്.
ഹീ റൈറ്റ്, ഷീ റൈറ്റ് എന്നാണ് കൊടുക്കുക. അപ്പോൾ ഷീ റൈറ്റ്സ് എ ലെറ്റർ എവറി ഡേ. ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൺ ഒന്നാണുള്ളത്, അപ്പോൾ അതെന്താണ്, റൈസസ് വരണം. നമ്മൾ എക്സാമിന് ഇത് നോക്കണം. അതിന് പുറമെ എന്ത് ആക്ഷനാണ് അവിടെ പറയുന്നത്, അപ്പോൾ ഏത് ടെൻസാണ് അവിടെ ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയയും കൂടി നമുക്കുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ഹാബിച്വൽ ആക്ഷനാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസ് ആണ് പറയുന്നതെങ്കിൽ, ജനറൽ ട്രൂത്ത്സ് ആണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്തായാലും ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. നെക്സ്റ്റ് പ്രസൻറ്റ് ടെൻസിൻ്റെ തന്നെ മറ്റൊരിതാണ് ഇത്, പ്രസൻറ്റ് കണ്ടിന്യൂസ്. പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വേർബ് പ്ലസ് ING ആണ് ഉണ്ടായിരിക്കേണ്ടത്. അതിനുശേഷം ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എഴുതാം. നമുക്കിവിടെ ഒബ്ജക്റ്റിൻ്റെ കാര്യം അത്രയ്ക്കും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ സബ്ജക്റ്റും സബ്ജക്റ്റ് കഴിഞ്ഞാൽ ഈസും ആമും ആർ ഉപയോഗിക്കുന്നതും വേർബ് ഉപയോഗിക്കുന്നതും അത് കഴിഞ്ഞാൽ INGയും അത് മസ്റ്റായിട്ടും നമ്മളതിൽ അറിഞ്ഞിരിക്കണം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ഹാപ്പനിങ് നൗ. ഇപ്പോഴൊരു ആക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ആക്ഷനാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതെന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ്. എഴുതിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ അതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും എന്ത് തന്നെയാണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ ചെയ്യുന്ന ആക്ഷൻസിനെയാണ് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. പിന്നെ അതിൻ്റെ ഫോം എന്താണ്, സബ്ജക്റ്റ് ഐ ആണെങ്കിൽ അത് കഴിഞ്ഞാൽ ആം വരണം. സബ്ജക്റ്റ് ഐ എന്നുള്ളതാണെങ്കിൽ അത് കഴിഞ്ഞാൽ ആം ആയിരിക്കണം, അത് കഴിഞ്ഞിട്ട് വേർബ് ഉണ്ടായിരിക്കണം, ദെൻ ING. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും ഈസ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ കംസ് വേർബ് പ്ലസ് ING ഫോം. ദെൻ സബ്ജക്റ്റ് യു ആണെങ്കിൽ ആർ ആയിരിക്കും. സബ്ജക്റ്റ് ദേ ആണെങ്കിൽ ആറ് വരും. സബ്ജക്റ്റ് വി ആണെങ്കിൽ ആറ് വരും. അതായത് സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ ആറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ലുക്ക്, ഐ ആം റീഡിങ് എ ബുക്ക്. നോക്കി നോക്കുക, ഇവിടെ പറയുന്നുണ്ട് ഐ ആം റീഡിങ് എ ബുക്ക്. ഐ ആം റീഡിങ് എ ബുക്ക്. ഐ കഴിഞ്ഞിട്ട് ആം വന്നു, ദെൻ റീഡ് വന്നു, അത് കഴിഞ്ഞിട്ട് ING വന്നു. റീഡ് എന്ന വേർബ് വന്നു, അത് കഴിഞ്ഞിട്ട് ING, ദെൻ എ ബുക്ക് എന്നുള്ള ഒരു ഒബ്ജക്റ്റ് വന്നു. ദെൻ ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. ദേ പ്ലൂരലാണ്, അത് കഴിഞ്ഞപ്പോൾ ആർ യൂസ് ചെയ്തു. ദേ ആർ പ്ലേയിങ് ഫുട്ബോൾ. എന്താണ്, ദേ ആർ വാച്ചിങ് TV. ഷീ ഈസ് വാക്കിംഗ്, ഷീ ഈസ് വർക്കിംഗ് ഓർ വാക്കിംഗ് ഒക്കെ പറയുമ്പോൾ എന്താണ്, അവിടെ ഈസ്, ഷീ കഴിഞ്ഞാൽ ഈസാണ് വരുന്നത്. പിന്നെ ഒരു സെൻറ്റൻസ് നമുക്ക് എക്സാമിന് വരുമ്പോൾ തെറ്റിദ്ധരുത്താൻ വരുമ്പോൾ സമയത്ത് എപ്പോഴും ആ സെൻറ്റൻസിൽ എന്തുണ്ടായിരിക്കണം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ അത് നമുക്ക് ഓരോ സെൻറ്റൻസിലും അത് ഏത് ടെൻസാണ് എന്ന് മനസ്സിലാവാനുള്ള ഒരു കീവേഡ് ഉണ്ടായിരിക്കും എക്സാമിന് തരുമ്പോൾ. അങ്ങനെ പ്രസൻറ്റ് കണ്ടിന്യൂസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് തരുന്നതെങ്കിൽ ആ ഒരു സെൻറ്റൻസിൽ ഒന്നില്ലെങ്കിൽ നൗ എന്നുള്ളൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റ് ദ മൊമെൻ്റ് കൊടുക്കാം, അറ്റ് പ്രസൻ്റ്ലി എന്ന് കൊടുക്കാം, കറൻ്റ്ലി എന്ന് കൊടുക്കാം. ഇങ്ങനെ ഒരു 4-5 എണ്ണമൊക്കെ വന്നു കഴിഞ്ഞാൽ നൗ അല്ലെങ്കിൽ കേട്ടോ, എല്ലാം ഒരുമിച്ചല്ല, നൗ അല്ലെങ്കിൽ എന്താണ്, നൗ ഓർ അറ്റ് ദി മൊമെൻറ്റ് ഓർ കറൻ്റ്ലി ഓർ പ്രസൻ്റ്ലി ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് എന്തായിരിക്കും, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും. ഇനി സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സിംഗുലർ സബ്ജക്റ്റ് ആയ ഹി, ഷീ, ഇറ്റൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഹാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ വേർബിൻ്റെ V3 ഫോമാണ് വരേണ്ടത്. വേർബിൻ്റെ V3 ഫോമാണ്. V3 പറഞ്ഞാൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വരേണ്ടത്. ആൻഡ് അതിൻ്റെ യൂസേജ് എന്തിനാണ്, ടു എക്സ്പ്രസ് എ കംപ്ലീറ്റഡ് ആക്ഷൻ വിത്ത് പ്രസൻറ്റ് റെലവൻസ്.
ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്ക് ഇപ്പോഴും പ്രസൻ്റ്ലി അത് എന്താണ് റെലവൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനെക്കുറിച്ച്, കംപ്ലീറ്റഡ് ആയ ആക്ഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് റീസെൻ്റ്ലി കംപ്ലീറ്റഡ് ആക്ഷൻസിനെയാണ് കൂടുതലും പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാനുള്ളത്. നോക്കാം. ഷീ ഹാസ് ഫിനിഷ്ഡ്. ഫിനിഷ് ആയിരിക്കാം അതിൻ്റെ വേർബ്. അപ്പോൾ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോം വർക്ക്. ഇനി സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ അവിടെ ഹാവ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സബ്ജക്റ്റ് വി എന്ന് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഹാവ് ആണ് ഉപയോഗിച്ചത്. വി ഹാവ് സീൻ. സി എന്ന വേർഡിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് സീൻ. വി ഹാവ് സീൻ ദാറ്റ് മൂവി. ദെൻ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എപ്പോഴും എന്താണ്? ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് ഈസ് കണ്ടിന്യൂയിങ് സ്റ്റിൽ കണ്ടിന്യൂയിങ് ആയിരിക്കും. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്, ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി, മുൻപേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, മുൻപേ തുടങ്ങിയിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ ആക്ഷൻ എപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ചിലയിടങ്ങളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ടായിരിക്കും, ഇപ്പോഴും അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. അല്ലേ? ഒരു ആക്ഷൻ മുന്നേ തുടങ്ങി സ്റ്റിൽ ഗോയിങ് ആണെങ്കിൽ, സ്റ്റിൽ ഡൂയിങ് ആണെങ്കിൽ അതിന് നമുക്ക് എന്തിൽ പറയാം? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയണം. അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കണം? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഫോമിലായിരിക്കും ഉണ്ടാവാറ്. പിന്നെ അതിലെപ്പോഴും സിൻസ് ഓർ ഫോറോ ഉപയോഗിക്കുന്നുണ്ട് ടൈം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ എന്താണ്? ഇപ്പോൾ നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ്. ഐ വന്നതുകൊണ്ടാണ് ഹാവ് ഉപയോഗിച്ചത് കേട്ടോ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പം മുതൽ? രാവിലെ മുതൽ പഠിച്ചു തുടങ്ങിയതാണ്. ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. ഒരു കൃത്യമായിട്ട് നമ്മളൊരു സമയം പറയുകയാണ്. രാവിലെ മുതൽ ഞാൻ പഠിക്കാൻ തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ഇന്നത് മുതൽ എന്ന് പറയാൻ, അല്ലേ, ഇന്ന സമയം മുതൽ ഇന്നത് വരെ എന്ന് പറയാനൊക്കെ സിൻസ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതേസമയം ഒരു ടൈം പീരീഡാണ്, ഇപ്പോൾ 2 മണിക്കൂറോളമായിട്ട് എന്ന് പറയുകയാണെങ്കിൽ 4 hours അല്ലേ, ഫോർ 2 hours അല്ലെങ്കിൽ ഫോർ 2 years, ഫോർ 2 weeks ഒക്കെ പറയാം. അതൊരു ഏകദേശം ഒരു ടൈം പീരീഡിനെയാണ്. എന്നാൽ കൃത്യമായിട്ടൊരു ടൈം മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇന്നത് മുതൽ, ഇപ്പോൾ രാവിലെ മുതൽ, അല്ലെങ്കിൽ സിൻസ് 2 o'clock 2 മണി മുതൽ, അല്ലെങ്കിൽ സിൻസ് 2023 2023 മുതൽ എന്ന് പറയാൻ അവിടെ സിൻസാണ് ഉപയോഗിക്കുക. എന്നാൽ അവിടെ ഒരു ഏകദേശം ഒരു ടൈം പീരീഡാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫോർ ഉപയോഗിക്കാം. നോക്കാം. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. ആൻഡ് നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. അവനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്നുള്ളതല്ലായിരിക്കും, അല്ലേ, 2 വർഷത്തോളമായി അവനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ഹി ഹാസ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിവൈഡഡ് ഇൻറ്റു, പാസ്റ്റ് ടെൻസ് ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻറ്റു 4 categories. വാട്ട് ആർ ദേ? സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞതുപോലെ സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് പോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് ഉണ്ട്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ഇത് നമുക്ക് എല്ലാ ടെൻസുകളും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ ആണെച്ചാലും അതുപോലെ തന്നെയാണ്. സിമ്പിൾ പാസ്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് കഴിഞ്ഞാൽ V2 ആയിരിക്കും ഉണ്ടായിരിക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞാൽ V2 ഫോമാണ് ഉണ്ടാവുക. V2 പ്ലസ് ഒബ്ജക്റ്റ് ആണ് ഉണ്ടാവുന്നത്. സബ്ജക്റ്റ് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ് ഉണ്ടായിരിക്കുക. ദെൻ ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ V2 ഉണ്ടായിരിക്കണം. യൂസേജ് എന്താണ്? ടു എക്സ്പ്രസ് എ കംപ്ലീറ്റഡ് ആക്ഷൻ ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ നടന്നിട്ടുള്ള ഒരു പൂർത്തീകരിച്ച ഒരു ആക്ഷനെ കുറിച്ച് പറയാനാണ് സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത്. ഷീ വിസിറ്റഡ് ഡൽഹി ലാസ്റ്റ് ഇയർ. അവൾ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം വിസിറ്റ് ചെയ്തു ഡൽഹി. ദേ വാച്ച്ഡ് എ മൂവി യെസ്റ്റർഡേ. അവരെന്ത് ചെയ്തു? ഇന്നലെ ഒരു സിനിമ വാച്ച് ചെയ്തു കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. ഒരു സബ്ജക്റ്റ് സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ അതിൽ ലാസ്റ്റ് ഇയർ എന്നുണ്ടാവാം,
യെസ്റ്റർഡേ എന്നുണ്ടാവും. നമ്മുടെ എക്സാമിന് വരുമ്പോൾ അതെന്തായാലും നമുക്ക് എക്സാമിന് തരുമ്പോൾ ഉണ്ടായിരിക്കും. ആ സെൻറ്റൻസ് മനസ്സിലാവാനുള്ള ഒരു കീവേഡ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ഇയർ ഓർ ലാസ്റ്റ് ഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത് ഇതെല്ലാം വരാം. യെസ്റ്റർഡേ വരാം. അല്ലെങ്കിൽ കൃത്യമായിട്ട് ഏതെങ്കിലും പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിരിക്കും. നെക്സ്റ്റ് പാസ്റ്റ് കണ്ടിന്യൂയസ്. പാസ്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനാണ് പാസ്റ്റ് കണ്ടിന്യൂയസ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോം എന്താണ്? നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂയസ് പോലെ തന്നെ അവിടെ ഈസിനെ വാസ് ആക്കുന്നു, ആമിനെയും വാസ് ആക്കുന്നു, ആറിനെ വേർ ആക്കുന്നു എന്നുള്ളത് തന്നെ ഉള്ളൂ. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് വേർബ് പ്ലസ് ING ആണ് ഉണ്ടായിരിക്കുക. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വാസ് ഇൻ പ്രോഗ്രസ് ഇൻ ദ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നിരുന്ന ഒരു ആക്ഷനെ, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷനെയാണ് പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. ഐ വാസ് റീഡിങ് വെൻ ഹീ കോൾഡ്. അവൻ വിളിച്ച സമയത്ത്, മുമ്പ് വിളിച്ചതാണ്, വിളിച്ച സമയത്ത് അവൻ വായിക്കുകയായിരുന്നു. അത് പാസ്റ്റിനെയാണ് കാണിക്കുന്നത് അല്ലേ. ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് 5 PM. ദേ വേർ പ്ലേയിങ് ക്രിക്കറ്റ് അറ്റ് 5 PM. അവർ 5 മണിക്ക് അവർ കളിക്കുകയായിരുന്നു. ഓക്കെ ആണോ ഈ പറയുന്നത്? എങ്ങനെയാണ്? ദേ ഐ വന്നപ്പോൾ വാസ് വന്നു, അതായത് ഈസും ആമും വാസ് ആയിട്ട് മാറി. ദേ ആർ എന്നുള്ളതായിരുന്നു പ്രസൻറ്റ് കണ്ടിന്യൂസ് എങ്കിൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ദേ വേർ പ്ലേയിങ് ആണ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോമാണ് ഉണ്ടാവുക. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോമാണ്. ടു ഷോ ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന് മുൻപേ വേറൊരു ആക്ഷൻ, അതായത് പാസ്റ്റിൽ നടന്ന 2 ആക്ഷൻസാണ് പറയുന്നത്. അതിലൊരു ആക്ഷന് നേരത്തെ നടന്നിട്ടുണ്ടാവും, അതിന് ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ ആക്ഷനെ മെൻഷൻ ചെയ്യാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ടു ഷോ ആൻ ആക്ഷൻ കംപ്ലീറ്റഡ് ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. പാസ്റ്റിലെ വേറൊരു ആക്ഷൻ നടക്കുന്നതിന് മുമ്പ് കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്ഷന്. അപ്പോൾ 2 ആക്ഷൻസ് ആണ് ഏതിലെ എപ്പോഴും പാസ്റ്റ് പെർഫെക്റ്റ്ലി പറയുമ്പോൾ പറയുക. അതിലെ ഫസ്റ്റ് ആക്ഷൻ എപ്പോഴും എന്തായിരിക്കും? ഫസ്റ്റ് നടന്ന ആക്ഷന് പാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കും. സെക്കൻഡ് നടന്ന ആക്ഷന് സിമ്പിൾ പാസ്റ്റിലുമായിരിക്കും. ഷീ ഹാഡ് ലെഫ്റ്റ് ബിഫോർ ഐ അറൈവ്ഡ്. എക്സാമ്പിൾ നോക്കി നോക്ക്. ഷീ ഹാഡ് ലെഫ്റ്റ്, അവൾ പോയി. ബിഫോർ ഐ അറൈവ്ഡ്, ഞാൻ അവിടെ എത്തിച്ചേരുന്നതിന് മുൻപേ അവൾ അവിടെ നിന്ന് പോയി. അപ്പോൾ 2 ആക്ഷൻ അവിടെ തന്നിട്ടുണ്ട്. ഞാൻ അവിടെ എത്തിച്ചേർന്നു എന്നുള്ളതുണ്ട്, അവൾ അവിടെ നിന്ന് പോയതും. പക്ഷെ അതിൽ ആദ്യം നടന്നത് അവൾ പോയതാണ്, എന്നിട്ടാണ് ആര് വന്നത്? ഞാൻ വന്നത്. അപ്പോൾ ഞാൻ വന്നതും പാസ്റ്റാണ്, അവൾ പോയതും പാസ്റ്റാണ്. പക്ഷെ ആദ്യം നടന്നത് അവൾ പോയതാണ്. അതുകൊണ്ടാണ് അവിടെ ഷീ ഹാഡ് ലെഫ്റ്റ് എന്ന് കൊടുത്തത്. അവിടെ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഹാഡ് വന്നു, അത് കഴിഞ്ഞിട്ട് V3 ഫോം വന്നു. അതേപോലത്തെ ദേ ഹാഡ് ഈറ്റൺ ഡിന്നർ വെൻ വി കെയിം. നമ്മൾ വന്നപ്പോൾ എന്താണ്? അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എത്തിയപ്പോഴേക്കും എന്താണ്? അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു എന്നുള്ളത് പറയുമ്പോൾ എത്തിയത് രണ്ടാമത് നടന്ന ആക്ഷനാണ്. അതിന് മുമ്പേക്കും അവർ ഭക്ഷണം കഴിക്കൽ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ദേ ഹാഡ് ഈറ്റൺ ഡിന്നർ വെൻ വി കെയിം. ഇവിടെ ഹാഡ് ഉപയോഗിക്കാൻ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കേണ്ട. സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഹാഡ് തന്നെയാണ് യൂസ് ചെയ്യുക. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലും എന്ത് തന്നെയാണ്? സബ്ജക്റ്റാണ്. അപ്പുറത്തെ ഹാസും ഹാവ് ബീനും പകരം ഇവിടെ ഹാഡ് ബീന് വരുന്നു. വേർബ് പ്ലസ് ING. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഹാസ് ബീൻ ഓർ ഹാവ് ബീൻ ആയിരുന്നു. ഇവിടെ നേരെ ഹാഡ് ബീൻ ആവുന്നു. വേർബ് പ്ലസ് ING ആണ്. അതേപോലെ സിൻസും ഫോറും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. Past perfect continuous tense is used to express a continuous action that happened before another past event. അല്ലേ, പാസ്റ്റ് ഈവൻറ്റിൽ 2 ആക്ഷൻ നടക്കുന്നതിന് മുമ്പേ ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാം. ഹി ഹാഡ് ബീൻ വർക്കിംഗ് ദർ ഫോർ 5 years ബിഫോർ ഹി റിട്ടയേർഡ്. അല്ലേ, അവനവിടെ എന്താണ്? അവിടെ നിന്ന് റിട്ടയേർഡ് ആവുന്നതിന് മുമ്പ് 5 വർഷത്തോളം അവിടെ വർക്ക് ചെയ്തിരുന്നു. I had been waiting for 2 hours.
2 മണിക്കൂറായിട്ട് ഞാൻ അവനെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ബിഫോർ ദ ബസ് അറൈവ്ഡ്. ബസ് എത്തുന്നതിന് മുമ്പ് 2 മണിക്കൂറോളം ഞാൻ അവനെ വെയിറ്റ് ചെയ്തിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ദെൻ ഫ്യൂച്ചർ ടെൻസ്. സിമ്പിൾ ഫ്യൂച്ചർ ഉണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉണ്ട്. ദെൻ സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചറിൽ സബ്ജക്റ്റിൻ്റെ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഫസ്റ്റ് സബ്ജക്റ്റ് വരും, ദെൻ വിൽ ഓർ ഷോൾ പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആയിരിക്കും എപ്പോഴും. ഒന്നില്ലെങ്കിൽ വിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോൾ യൂസ് ചെയ്യാം, ആൻഡ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് ആണ്. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ഹാപ്പൺ ഇൻ ദ ഫ്യൂച്ചർ. എന്തിനാണ് ഉപയോഗിക്കുന്നത്? നടക്കാനിരിക്കുന്ന, ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനാണ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുന്നത്. ഷീ വിൽ വിസിറ്റ് ഹെർ ആൻഡ് ടുമോറോ. അവളുടെ ആൻറ്റിനെ നാളെ വിസിറ്റ് ചെയ്യും. അല്ലെങ്കിൽ വി ഷോൾ ഓവർകം ദ ഡിഫിക്കൽട്ടി. നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം എന്ത് ചെയ്യും? തരണം ചെയ്യും. ആ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ തരണം ചെയ്യും എന്നുള്ളതാണ്. അത് ഭാവിയിലേക്കുള്ളതാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും വില്ലോ ഷോളോ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ദെൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. സ്ട്രക്ചർ അതിന് സബ്ജക്റ്റ് ഉണ്ടാവണം, അത് കഴിഞ്ഞാൽ വിൽ ബി വരും, ദെൻ വേർബ് വരും, ദെൻ ING. ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി ഇൻ പ്രോഗ്രസ് ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അതിനുള്ള എക്സാമ്പിൾ, ഐ വിൽ ബി സ്റ്റഡിയിങ് അറ്റ് 8 PM. ഞാൻ 8 മണിക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. ദേ വിൽ ബി ട്രാവലിംഗ് ടു കൊച്ചി നെക്സ്റ്റ് വീക്ക്. അവർ അടുത്ത ആഴ്ച കൊച്ചിയിലേക്ക് യാത്ര അങ്ങനെ പോകുന്നുള്ളതാണ്, യാത്ര ചെയ്യുകയായിരിക്കും എന്നാണ്. നെക്സ്റ്റ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. അതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വില്ല് വരും, അത് കഴിഞ്ഞാൽ ഹാവ് വരും, ദെൻ V3 ആണ് വരിക. വിൽ ഹാവ് പ്ലസ് V3 ആയിരിക്കും. യൂസേജ്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ ദാറ്റ് വിൽ ബി കംപ്ലീറ്റഡ് ബിഫോർ എ സ്പെസിഫിക് ടൈം ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ പറയുന്ന ഏതെങ്കിലും ഫ്യൂച്ചറിലെ സ്പെസിഫിക് ടൈമിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയാനാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കാറുള്ളത്. ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് ബൈ മൺഡേ എന്നുള്ളത് ഭാവിയിൽ വരാനിരിക്കുന്നതാണ്. അപ്പോൾ അപ്പോഴേക്കും അവളുടെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിലെ കൃത്യമായ ഒരു ടൈമിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കാവുന്ന ഒരു ആക്ഷനെ കുറിച്ചിട്ടാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ്ലി പറയുന്നത്. ദേ വിൽ ഹാവ് റീച്ച്ഡ് ഹോം ബിഫോർ ഇറ്റ് റെയിൻസ്. അവർ മഴ പെയ്യുന്നതിന് മുൻപേ തന്നെ അവർ വീട്ടിലേക്ക് എത്തിയിരിക്കുമെന്ന് പറയുന്നു. അതും തന്നെ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ദെൻ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസിൻ്റെ ഫോം സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ. അത് എല്ലാ ഇതിലും അങ്ങനെ തന്നെ അല്ലേ? ഹാവ് പ്ലസ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ആണ് വരുന്നത്. ഫ്യൂച്ചർ പെർഫെക്റ്റിലാകുമ്പോൾ ഒരു വില്ലും കൂടി വരും. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ പ്ലസ് വേർബ് പ്ലസ് ING ഫോമാണ്. അവിടെ നമുക്ക് സിൻസും ഫോറൊക്കെ ഉപയോഗിക്കാം. ബൈ നെക്സ്റ്റ് മന്ത് ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 2 years. അടുത്ത മാസമാകുമ്പോഴേക്കും ഐ വിൽ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ. ഞാനിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 വർഷമാവുന്നു. ദേ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. അവർ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ദേ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. അവർ നാളെ രാവിലെ മുതൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും. എങ്ങനെ? ഇനി ചെയ്യാനിരിക്കുന്നതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരാനിരിക്കുന്ന ഒരു മോർണിംഗിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദേ വിൽ ഹാവ് ബീൻ സ്റ്റഡിയിങ് സിൻസ് മോർണിംഗ്. അവർ ഇപ്പോൾ നാളെ മുതൽ അല്ലെങ്കിൽ നെക്സ്റ്റ് മോർണിംഗ് മുതൽ അവർ പഠിച്ചുകൊണ്ടേയിരിക്കുകയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഇത്രയൊക്കെയാണ് ടെൻസ് ഉള്ളത്. നന്നായിട്ട് ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുക.